ഗായ്സ്, അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വ്ളോഗ്സ്. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു ഒലിവിയ ഡിസൈൻസിനെ പറ്റി. അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും 2-3 പേര് എന്നോട് ചോദിച്ചു, അവിടെ ചെന്നപ്പോൾ 10 ദിവസം ട്രെയിനിങ് എങ്ങനെയുണ്ട്, എക്സ്പീരിയൻസ് ഒന്ന് പറയുമെന്ന് ചോദിച്ചപ്പോൾ അത് തന്നെ ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇത് കണക്ക് ഒരു ചേച്ചിക്ക് ഇതുപോലെ 22 രൂപ സാലറി കൊടുത്തിട്ടുള്ള 22,000 രൂപ സാലറി കൊടുത്തിട്ടുള്ള ഒരു ചെക്ക് ലീഫ് കാണിച്ചിട്ടുള്ള ഒരു ജോബ് ഓഫറിൻ്റെ റീൽസ് കണ്ടിട്ടാണ് ഞാൻ മെസ്സേജ് അയക്കണം. എനിക്ക് ഭയങ്കര സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്താ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നടത്താലോ എന്നുള്ള സ്വപ്നത്തിലാണ് ഞാൻ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഇവർ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫുൾ സൈസ് ഫോട്ടോ അയക്കണം, ബയോഡാറ്റ അയക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അത് അയച്ചതിന് ശേഷം ഇവർ സെലക്ട് ആണെങ്കിൽ പറയുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ അയച്ചു കൊടുത്തു, നമ്മൾ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു, സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് സാറ്റർഡേ ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. ഇൻ്റർവ്യൂവിന് വരുമ്പോൾ പാരൻസിനെ കൊണ്ടുവരണം, കാരണം അവിടെ അത്ര സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മളടുത്ത് പറഞ്ഞിരുന്നു. അതിനുശേഷം നമ്മളെന്താ ഇവിടെ നിന്ന് അടൂർ വരെ പോയി. ഞാൻ എൻ്റെ അമ്മയെ കൂട്ടിയിട്ടാണ് പോയത്. അവിടെ ചെന്ന് നമുക്ക് സ്ഥലവും കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഓട്ടോയിൽ പോയി കണ്ടുപിടിച്ച് നമ്മുടെ ഒലിവിയ ഓൺലൈൻ സെക്ഷൻ്റെ ആ ഒരു ഇതിലേക്ക് ചെന്നു, സ്ഥാപനത്തിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഒരുപാട് 10-200 പിള്ളേരുണ്ടായിരുന്നു. പെൺപിള്ളേർ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിനും. അങ്ങനെ നമുക്കൊരു ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് അക്കോമഡേഷൻ ഫ്രീ ആണ്, ഫുഡ് ഫ്രീ അല്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് 10 ദിവസത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിർത്താം, ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. 10 ദിവസം നമുക്ക് ട്രെയിനിങ് ആണ്, അതിൽ ഇന്നോ നാളെയോ മറ്റന്നാളോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നിർത്താം എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് 2 ഹോസ്റ്റലാണ് അവിടെ ഉള്ളത്. അതിൽ ഒരു ഹോസ്റ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീസ് കൊടുക്കാത്തുള്ളൂ, ഒന്ന് ഫീസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഫീസ് കൊടുക്കാത്ത ഉള്ള ഹോസ്റ്റൽ ഫില്ലാണ്. അപ്പോൾ ഫീസ് കൊടുത്തിട്ടുള്ള ഹോസ്റ്റലിലാണ് നമുക്കിനി നിൽക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2,000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളാണെങ്കിൽ ഇത് വിചാരിക്കണില്ല, നമുക്ക് ഫുഡ് മാത്രമല്ലേ നമുക്കില്ലാത്തുള്ളൂ, അക്കോമഡേഷൻ ഫ്രീ ആണെന്നുള്ള നമ്മൾ വിചാരിക്കണം. അപ്പോൾ നമ്മൾ അതനുസരിച്ചുള്ള ഫണ്ട് കൊണ്ടാണ് വരുന്നത്. നമ്മൾ വീട്ടിലൊക്കെ പറഞ്ഞ്, എൻ്റെ അമ്മയോടൊക്കെ പറഞ്ഞ്, അമ്മ ഇവിടെ നിന്നൊക്കെയോ കാശൊക്കെ വാങ്ങിച്ചിട്ട് ഒപ്പിച്ച് അയച്ചു തന്നു. നമ്മളത് കൊടുക്കുമ്പോൾ നമ്മളെ കൊണ്ട് എഴുതി ഒപ്പിടിപ്പിച്ച് വാങ്ങിക്കണേണ്. ഇന്നോ നാളെയോ അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ പോകുമ്പോൾ ഈ ഒരു എമൗണ്ട് റീഫണ്ടബിൾ ആയിട്ട് വേണ്ട എന്നും പറഞ്ഞിട്ട് നമ്മൾ എഴുതി കൊടുക്കണം, എഴുതി സൈൻ ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ ഫോട്ടോ എടുക്കാനൊന്നിനും സമ്മതിക്കില്ല. അപ്പം അങ്ങനെ എഴുതി കൊടുക്കണം. അപ്പം നമ്മളെന്താ വിചാരിക്കണം, എന്താണ് നമ്മൾ നിൽക്കുമല്ലോ, എന്തായാലും ജോലിക്ക് വന്നാലും നമ്മൾ എന്തായാലും നിൽക്കുമല്ലോ, ഒരു മാസത്തെ വാടകയല്ലേ, കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നമ്മളത് കൊടുക്കണം. ഇങ്ങനെ ഇവരൊരു 10 പേരിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപയും, ഒരു 20,000 രൂപയും. അതിലൊരു 5 പേര് നിർത്തണമെന്ന് വിചാരിക്കാം, ഒരു 10,000 രൂപ ഇവർക്ക് ലാഭമില്ലേ? അങ്ങനെ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ, 10 ദിവസമല്ലേ നമ്മൾ നിൽക്കുന്നുള്ളൂ. അതുപോലെ തന്നെ അത് കഴിഞ്ഞു, നമ്മളങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസമായി നമ്മൾ 3 മണിയാകുമ്പോഴത്തേനും നമ്മൾ അവിടെ ചെല്ലുന്നു, അവിടെ ഇരിക്കുന്നു. ഇവർ വീഡിയോ ഇടുന്നു, ഓർഡർ വരുന്നു, ഡ്രസ്സ് എടുക്കാൻ പോകുന്നു, പാക്ക് ചെയ്യുന്നു, ബില്ലടിക്കുന്നു. അങ്ങനെ ചെറപറ നമുക്കൊന്നും മനസ്സിലാവണില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. പെയിനെടുത്ത് ഇവിടെ നമ്മുടെ മുടിയിൽ വെക്കുന്നു, പെയിനെടുത്ത് മുടിയിൽ വെക്കുന്നു, ഓർഡർ എടുക്കുന്നു, ഓടുന്നു, ചാടുന്നു, എടുത്ത് പൊക്കുന്നു, പോകുന്നു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. നിമിഷ നേരത്തിനുള്ളിൽ ഡ്രസ്സൊക്കെ കാലിയാവുന്നു, ഓർഡർ പോകുന്നു, അങ്ങനെയുള്ളതൊക്കെ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മൾ ആരടുത്തും പിന്നെ ഇവർ പറയുന്നത് വെച്ചാൽ നമ്മൾ ആരടുത്തും മിണ്ടാൻ പാടില്ല, കമ്മ്യൂണിക്കേഷൻ പാടില്ല, അതുപോലെ തന്നെ കൂട്ടുകൂടാൻ പാടില്ല, ഒരു കമ്പനി ഉണ്ടാകാൻ പാടില്ല, അങ്ങനത്തെ ഉള്ള രീതിയിലൊക്കെ ഇവർ പിന്നീട് സംസാരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളപ്പോൾ പട്ടിണിയാണ്. ഞങ്ങളുടെ കയ്യിൽ കാശൊക്കെ തീർന്നു, കാരണം നമ്മൾ ഒരു 3 നേരം ഫുഡ് വാങ്ങിച്ച് കഴിക്കുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ കാശ് തീർന്നു. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, 2 ദിവസം നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ കഴിക്കാം, പിന്നെ ഇവർ തന്നെ എന്തെങ്കിലും ഫെസിലിറ്റീസ് ചെയ്തു തരും, ഗ്യാസ് എടുക്കാനാണെങ്കിലും എന്തെങ്കിലും ഫെസിലിറ്റീസ് നമുക്ക് ചെയ്തു തരുമെന്ന് നമ്മൾ വിചാരിക്കണം. നമ്മളത് വിചാരിച്ചുകൊണ്ടിരുന്നു. ഇവർ ഫുഡ് കഴിച്ചാന്ന് പോലും ചോദിക്കാനുള്ള, ഒരു മനുഷ്യൻ പോലും നമ്മളോട് ഫുഡ് കഴിച്ചാന്ന് ചോദിക്കാനുള്ള, എങ്ങനെയുണ്ട് ഹോസ്റ്റൽ, എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ ആണോ എന്നുള്ള രീതിയിലൊന്നും ചോദിക്കണം. അങ്ങനെ പിന്നെ ഒരു പെൺകൊച്ചുണ്ടായിരുന്നു കേട്ടോ. ആ കൊച്ചിനെ തൃശ്ശൂരം കണ്ടായിരുന്നു കുട്ടിയുടെ വീട്. ആ കൊച്ചിനെ ഷോപ്പിലേക്കാണ് ആക്കിയത്. അപ്പോൾ ഷോപ്പെന്ന് പറയുന്നത് ഒരു 7-7:30 സമയം വരെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടി തിരിച്ച് നടന്ന് വരുന്ന വഴി, സീനിയർ ചേച്ചിമാരൊക്കെ ഫ്രണ്ടിലുണ്ടായിരുന്നു, തിരിച്ച് നടന്ന് വരുന്ന വഴി ഈ പെൺകൊച്ചിനെ എങ്ങനെയോ വഴിതെറ്റിപ്പോയി, ഫോൺ ചെയ്തെന്തോ വന്നാണ് വഴിതെറ്റിപ്പോയി. അങ്ങനെ വഴിതെറ്റിപ്പോയിട്ട് അവിടുത്തെ നാട്ടുകാരൊക്കെ കൂടി ഇവിടെ കൊണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ മാഡവും സാറും പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, അത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല, ആ കുട്ടി ഫോൺ ചെയ്ത് പോയത് കൊണ്ടല്ലേ വഴിതെറ്റിപ്പോയത്, അങ്ങനത്തെ ഉള്ള രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ഇതിൽ എന്ത് ഉത്തരവാദിത്വം ഇവർക്കുള്ളത്? അവിടെ ഒരു സെക്യൂരിറ്റി ഇല്ല. നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാൽ പോലും ഇവരെന്ത് റെസ്പോൺസിബിലിറ്റിയാണ് ഇവർ ഏറ്റെടുക്കാൻ തയ്യാറാകുമോ? ഇവരെന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാവില്ല ഇവർ. പിന്നെ എന്ത് ഉത്തരവാദിത്വത്തിലാണ് നമ്മൾ അവിടെ നിൽക്കുന്നത്, എന്ത് ധൈര്യത്തിലാണ് നമ്മളവിടെ നിൽക്കുന്നത്? അങ്ങനെ അത് കഴിഞ്ഞു. ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് അതുമല്ല അവിടെ കുറേ കാര്യങ്ങൾ ഹൈഡ് ചെയ്യണ പോലെയൊക്കെ തോന്നി. ചേച്ചിമാരൊക്കെ അവരുടെ ചെക്ക് ലീഫും കാര്യങ്ങളൊക്കെ 2-3 നേരം നമ്മൾ കാണിക്കാതെ നമ്മൾ ഹൈഡ് ചെയ്ത് നിർത്തിയ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഉണ്ടായിരുന്നില്ല മെയിനായിട്ടും. ഞാൻ അനുഭവിച്ചതാണ് കേട്ടോ. ഫുഡ് ഉണ്ടായില്ല, പച്ചവെള്ളം കുടിച്ചിട്ടൊക്കെയാണ് ഞാൻ കിടന്നിരുന്നത് വെച്ചാൽ. അങ്ങനെ ബ്രെഡും പഴവും അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിച്ചിട്ടാണ് നിന്നിരുന്നത് വെച്ചാൽ. അങ്ങനെ ഒരു ദിവസം എനിക്ക് വിശന്നിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ട്രെയിനിങ് ചേച്ചിയുടെ പറഞ്ഞു, നമുക്ക് ട്രെയിൻ ചെയ്യുന്ന ചേച്ചിയുടെ ഞാൻ പറഞ്ഞു, എനിക്ക് ചേച്ചി ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, എനിക്ക് ചോറ് തിന്നാൻ തോന്നുന്നുണ്ടെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ചേച്ചി എനിക്കും കൂടി ചോറ് കൊണ്ടുവന്നു. വീട്ടിൽ നിന്ന് വന്നപ്പോൾ എനിക്കും കൂടി ചോറ് കൊണ്ടുവന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. ഞാൻ ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ്
പിന്നെ എനിക്ക് അങ്ങനെ 7ാമത്തെ ദിവസം എന്തായാലും തോന്നുന്നു കേട്ടോ. അപ്പോൾ അതുവരെ പിന്നെ ഇവരെന്നെ വീഡിയോ എടുക്കാനൊക്കെ വിളിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ പോയി. എനിക്ക് എന്താ വീഡിയോ എടുത്തു. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം ഇതെല്ലാം ദിവസം ഇങ്ങനെ തന്നെ. കാരണം എൻ്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ എന്താ നിൽക്കാം എന്നുള്ള രീതിയിൽ നിന്ന് പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറേ പേര് പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. വന്നവർ ഇപ്പോൾ 10-200 പേര് വന്നവരായി ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ പിന്നെ എന്താണ് ഒരു 7-8 ദിവസം ആയപ്പോഴത്തേനും ഇവർ പറയണേന് 7-8 ദിവസം ആയപ്പോഴത്തേനും ഇവർ പറയണേന് ബോണ്ട് സൈൻ ചെയ്യണം എന്ന് പറയുന്നത്. അതിന് മുന്നേ കുറേ കാരണങ്ങൾ കൊണ്ട് കുറേ പിള്ളേരൊക്കെ പോയിക്കൊണ്ടിരുന്നു കേട്ടോ. പിന്നീട് ഇവർ പറയണേന് നമ്മളടുത്ത് ബോണ്ട് സൈൻ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോണ്ടിൽ എന്താ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാരേജ് അല്ലെങ്കിൽ ഡെലിവറിയോ അല്ലാതെ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ റിസൈൻ ചെയ്യണമെങ്കിൽ 50,000 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കണമെന്നാണ് ആ ഒരു ബോണ്ടിൽ സൈൻ എഴുതണത്, എഴുതി പിടിപ്പിക്കണതും സൈൻ ചെയ്യിപ്പിക്കണതും. ഇതാണെങ്കിൽ നമ്മൾക്ക് ഒരു കോപ്പിയും തരൂല, ഫോട്ടോ എടുക്കാനും സമ്മതിക്കില്ല. അതുമല്ല നമ്മൾ ഈ മുദ്ര പേപ്പർ വാങ്ങണതിൻ്റെ കാശ് നമ്മൾ കൊടുക്കണം. എന്തോ 10-200 രൂപ 500 രൂപ എന്തോ എനിക്കറിയില്ല, ഓർമ്മയില്ല. ഒരു 500-ന് താഴെയാണ് എന്തായാലും. ആ ഒരു എമൗണ്ട് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ അതുപോലെ തന്നെ 2 ചെക്ക് ലീഫും കൊടുക്കണം. സൈൻ ചെയ്ത് 2 ചെക്ക് ലീഫ് കൊടുക്കണം. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേനും എൻ്റെ കിളി പോയി. അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കാരണം ഇപ്പോൾ ഒരു സ്വർണ്ണക്കടയിൽ പോലും ജോലിക്ക് കയറി കഴിഞ്ഞാൽ, അതായത് ലക്ഷങ്ങളുടെ ഇടപാടുകളാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ പോലും ഇങ്ങനെയുള്ള ചെക്ക് ലീഫും കാര്യങ്ങളൊന്നും ആരോടും ചോദിക്കത്തില്ല. ഇത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് അറിയില്ല. അപ്പം നമുക്കാകെ മൊത്തത്തിലൊരു ഉടായ്പ മടുത്ത്. പിന്നെ എന്താണ് ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ അതായത് ആ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യും. ഞാനാണെങ്കിൽ കുറേ സ്വപ്നങ്ങളൊക്കെ കണ്ടു വന്നില്ല, ദൈവം എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതായിട്ട് നിന്നപ്പോഴത്തേനും ഞാൻ എൻ്റെ വീട്ടിൽ വിളിച്ച് ചോദിച്ച് ഇതാണക്ക് ഇങ്ങനെയാണ് ഇവർ പറയണത് എന്നൊക്കെ പറഞ്ഞു. അപ്പം വീട്ടുകാർ പറഞ്ഞു അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല, ഒരിക്കലും അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളൊരു ബോണ്ട് സൈൻ ചെയ്ത് ചെക്ക് ലീഫ് കൊടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് പോയി കഴിഞ്ഞപ്പം എന്താണ് സിബി എന്നുള്ള സാധനമായിട്ട് എന്തൊക്കെയോ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ. അപ്പം പുള്ളിക്കാനായിട്ട് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്തൊക്കെയോ വോയിസൊക്കെ അയച്ച് ആ വോയിസൊക്കെ എനിക്ക് അവൾ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ പുള്ളിക്ക് പിറ്റേ ദിവസം മീറ്റിംഗ് വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അതായത് ഇവിടെ എൻ്റെ കൂടെ നിന്നതിന് വെച്ച് പെങ്കുച്ചായതുകൊണ്ട് അവൾ പോയല്ലോ. അങ്ങനെ മീറ്റിംഗ് വെച്ചപ്പോൾ എന്നോട് ചോദിച്ചു എന്താ രേഷ്മക്ക് പോകണ്ടേ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക പോണോ വേണ്ടേ എന്നുള്ള രീതിയിൽ ആലോചിച്ചുകൊണ്ട് നിൽക്കണേനും. ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ആലോചിച്ചിട്ട് വേണമല്ലോ തീരുമാനം എടുക്കാനായിട്ട്. ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഞാനിങ്ങനെ ഞാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ആ പോയ കുട്ടീനെ പറ്റിയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ ആ പെൺകുച്ചിന് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഇവിടെ നിൽക്കത്തുള്ളൂ അങ്ങനെ ഇങ്ങനെ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം ഇറങ്ങി. വേറെ ഒന്നുമല്ല, ഇങ്ങനെ ബോണ്ട് സൈൻ ചെയ്ത് എന്താണ് ഈ പോയവരെ പറ്റി കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ എന്താണ് ഒരു കുട്ടിക്ക് ജീവിതം കൊടുക്കുക അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് അവർ പോയി കഴിയുമ്പോൾ അവരുടെ കുറ്റവും പറഞ്ഞ് നമുക്കൊരു സേഫ്റ്റി എന്ന് പറയുന്ന സാധനം ഇല്ലാത്തടത്ത് നമ്മൾ എങ്ങനെ നിൽക്കേണ്ട, പ്രത്യേകിച്ച് പെൺപിള്ളേരായതുകൊണ്ട് ഒരു സേഫ്റ്റി ഇല്ല, ഒരു അവർക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്തടത്ത് എങ്ങനെയാണ് നമ്മൾ നിൽക്കേണ്ടത്. അതുമല്ല സാലറി എന്ന് പറയുന്ന സാധനം കമ്മീഷൻ ബേസ് ആണ്. അതായത് നമുക്ക് ഫിക്സഡ് സാലറി അല്ല അവർ പറയണത്. നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നു, എത്ര ഓർഡേഴ്സ് പിടിക്കുന്നു അതനുസരിച്ചാണ് ഇവർ സാലറി കൊടുക്കുന്നത്. അപ്പോൾ എനിക്കൊന്നുമല്ല നമ്മളടുത്ത് ഇതൊക്കെ നേരത്തെ പറയണം, ഈ ബോണ്ടിൻ്റെ കാര്യം ചെക്ക് ലീഫിൻ്റെ കാര്യം ഈ കമ്മീഷൻ ബേസ് ആണ് സാലറി എന്നുള്ള കാര്യമൊക്കെ നേരത്തെ പറയണമെങ്കിൽ നമ്മൾ ഈ കാശ് മുടക്കി എറണാകുളത്തുനിന്നും തിരുവനന്തപുരത്തുനിന്നും കോഴിക്കോട് നിന്നൊക്കെ ഇത്രയും കാശ് മുടക്കി വരത്തില്ല. അതുപോലെ ഇനി 2,000 രൂപ വാങ്ങിക്കുമ്പോൾ എത്ര പേര് ഈ 2,000 രൂപ വെച്ച് വാങ്ങിക്കണം, എത്ര പേര് അതിൽ നിർത്തിപ്പോകും. അപ്പോൾ ഇവർക്ക് തന്നെയല്ലേ ഇതിൽ ലാഭം കിട്ടണത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് നിർത്തി പോകുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, എന്താണെങ്കിൽ ഏതൊരു സിറ്റുവേഷനിൽ ചെന്നാലും. അതുകൊണ്ട് തന്നെ ഞാൻ 10 ദിവസം നിന്ന് അഡ്ജസ്റ്റ് നിൽക്കാം എന്നുള്ള രീതിയിൽ നിന്നിരുന്നത് വെച്ചാൽ. എന്നിട്ടും ഇവർ ബോണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വീട്ടുകാരും പറഞ്ഞു പിന്നെ നിൽക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് പിന്നെ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ ഓക്കെ, ബൈ.